പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ ഗതിമാൻ എന്ന് പറയാവുന്ന നമ്മുടെ സ്വന്തം എറണാകുളം ബംഗളൂരു ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ പാലക്കാട് വരെയുള്ളൊരു യാത്രാ വ്ളോഗാണ് നമ്മളൊന്ന് ചെയ്യുന്നത്. ട്രെയിൻ ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കിടക്കുന്നത് ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിൻ്റെ റേക്കാണ്. ഇത് ആളുകളെല്ലാം ഇറക്കി തിങ്സ് എല്ലാം ഇറക്കി തിരികെ യാർഡിലേക്ക് മാറ്റാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. നല്ല പുതുപുത്തൻ കോച്ചുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ICF നിന്നും LHB ആയപ്പോൾ മെയിൻ ഡിഫറൻസ് എന്തായിരുന്നു പറഞ്ഞാൽ, ICF ആയിരുന്നപ്പോൾ നമുക്ക് ഒരു AC ചെയർക്കാറാണ് ഉണ്ടായിരുന്നത്, അതിപ്പോൾ 2 ആയിട്ടുണ്ട്. അതേപോലെ ICF നമുക്ക് 7 ജനറൽ കോച്ച് ഉണ്ടായിരുന്നു, അതിപ്പോൾ നമുക്ക് 4 ജനറൽ കോച്ചാണ്. പക്ഷേ സെക്കൻഡ് സിറ്റിംഗ് നമുക്ക് ഓൾറെഡി ICF ആയിരുന്നു, അപ്പോൾ 11 സെക്കൻഡ് സിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് അതേപോലെ തന്നെ LHB ആയപ്പോൾ 11 സെക്കൻഡ് സിറ്റിംഗ് നമുക്കുണ്ട്. ഇതാണ് നമ്മുടെ AC ചെയർക്കാറിൻ്റെ ഉൾവശം. പച്ച കളറിലെ കുഷനൊക്കെ കൊടുത്തിട്ട് പുഷ് ബാക്ക് സീറ്റുള്ള 3x2 സിറ്റിംഗ് ലേഔട്ടിലുള്ള നല്ല വിസിബിലിറ്റി ഉള്ള വലിയ വിൻഡോസൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി AC ചെയർക്കാറാണ് നമുക്ക് തന്നിട്ടുള്ളത്. സെക്കൻഡ് സിറ്റിംഗ് കോച്ചിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലെഗ് സ്പേസ് ഉള്ള അടിപൊളി കോച്ചുകളാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഒരു 3 തടിയുള്ള ആളുകളൊക്കെ കുറച്ച് ലോങ് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് അൺകംഫർട്ട് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നും. അതേപോലെ ഇപ്പോൾ ജനറൽ കോച്ചിൻ്റെ കാര്യത്തിൽ വന്നാൽ പോലും നമുക്ക് കിട്ടിയതെല്ലാം തന്നെ പുതിയ 2025 മേഡ് LHB കോച്ചുകളാണ്. അതിൽ ജനറൽ തന്നെ മുകളിൽ ബെർത്തുള്ള ദീൻ ദയാൽ കോച്ചുകളാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ട്രെയിൻ ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ മെയിൻറ്റെയിൻസ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടിയുടെ വൃത്തി നമുക്ക് എപ്പോഴും ഈ വൃത്തി പ്രതീക്ഷിക്കാം. ഈറോഡ് ഡീസൽ ഓപ്പോസിറ്റിൻ്റെ ഒരു VAP 7 നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ LHB ആക്കിയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടും VAP 7 തന്നെ ഈ ട്രെയിനിൽ കൊടുത്തിട്ടുണ്ടാവുകയാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, ബാംഗ്ലൂർ പോകാൻ ഓവർനൈറ്റ് ട്രെയിനിന് ടിക്കറ്റ് കിട്ടാത്ത ആളുകൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. കാരണം മിക്കവാറും ദിവസങ്ങളിൽ ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ഇനിയിപ്പോൾ സെക്കൻഡ് സിറ്റിങ്ങിൽ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ തന്നെ ഇത് എറണാകുളത്ത് നടക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടും. അതേപോലെ ഒരു ദിവസം ഫുള്ളി യാത്ര ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു ദിവസം ഫുള്ളി യാത്ര ചെയ്യാൻ കുഴപ്പമില്ല എന്നുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഈ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. നമ്മൾ ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഇതാണ് VAP 7 പവർ. കാരണം എത്ര പെട്ടെന്നാണ് സ്റ്റേഷൻ വിട്ടത് മാത്രം സ്പീഡപ്പ് ആക്കുന്നത്.